തിരികൾ ഒരുമിച്ച് തെളിച്ചാലും ആഗ്രഹിച്ചത് തെളിഞ്ഞില്ലെങ്കിൽ അതൊരു ഇരുട്ട് തന്നെയാണ്, മനസ്സിലും ജീവിതത്തിലും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെ കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്കൊരു അനാവശ്യമാണ്. വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു അകലം ബാക്കിയുണ്ടാകും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി കാണേണ്ടി വന്നേക്കാം. കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാളെ അവരുടെ സന്തോഷത്തിന് വേണ്ടി നീ മാറി നിൽക്കേണ്ടി വരും. മുഖങ്ങൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിന്റെ വിജയമാണ്. സന്തോഷം എന്നത് നിങ്ങൾ ഭാവിയിലേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, അത് നിങ്ങൾ ഇന്നേക്കായി രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ്. യഥാർത്ഥ ബന്ധുക്കളെയും സ്നേഹിതരെയും തിരിച്ചറിയണമെങ്കിൽ നാം രോഗത്തിലോ മറ്റു പ്രതിസന്ധികളിലോ അകപ്പെടണം. അന്നേരം നമുക്കറിയാം ചില കാപട്യത്തിന്റെ പൊയ്മുഖങ്ങൾ. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വളർത്തിയെടുക്കുന്ന മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. നിത്യവും സന്തോഷകരമായി ചിന്തിക്കാൻ ശീലിക്കുക. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം നിർണയിക്കപ്പെടുന്നത്, സംഭവിക്കുന്നതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് പകരം നമ്മളോട് തന്നെയാണ് സംസാരിക്കേണ്ടത്. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതാകരുത് നമ്മുടെ ജീവിതം. 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. എരിയുന്ന തിരിയും പകരുന്ന അഗ്നിയും എന്നും പ്രകാശം പരത്തുന്നു. നന്മയുടെ പ്രകാശം പരത്തുന്ന പൊൻകിരണങ്ങളാണ് നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ തളരേണ്ടതില്ല. വലിയ ചുണ്ടുകളും വിടർന്ന കണ്ണുകളുമുള്ള സ്ത്രീകൾ പൊതുവെ കൂടുതൽ ഊർജ്ജസ്വലരായിരിക്കും. ആഴത്തിലുള്ള സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന. ഒരിക്കലും ഒരാളെയും നമ്മുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കരുത്. കാരണം നമ്മുടെ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഒന്നുമല്ലായിരുന്നു എന്നറിയുമ്പോൾ അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.